പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ ദേവസ്ഥാനം, കാനാടി, അതുപോലെ തന്നെ അവണങ്ങാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ആണല്ലോ, ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ടൊക്കെ ആണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ ചാത്തന്മാരെ അമ്പലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊമോഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്ന് പറഞ്ഞ് ഞാനും ഒരുപാട് വീഡിയോസുകൾ ഇടുന്നുണ്ട്, ഒരുപാട് പൂജകളും ഹോമങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഞാനും വളരെ ശക്തമായിട്ട് ആ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ വളരെ ശക്തമായൊരു മറുപടി എന്തെന്നാ, അവണങ്ങാടും ദേവസ്ഥാനവും കാനാടിയും ഇന്ന് വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുകയും വെച്ചാരാധിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും എടുത്തോളൂ, വളരെ വലിയ ഒരു അഭിവൃദ്ധി, അതിശക്തമായ വിജയങ്ങൾ, മറ്റുള്ളവർ അസൂയോടെ നോക്കിക്കാണുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ, അതിസമ്പന്നത, പ്രശസ്തി, ഇതെല്ലാം ലഭിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ കലിയുഗത്തിൽ അതിശക്തനാണ് ചാത്തൻ. അതിഭയങ്കരമായിട്ട് ഭക്തന് വേണ്ടി അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഈ കലിയുഗത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ, അതിന് വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് ചെന്നാൽ ഉടനടി പരിഹാരം എന്ന് പറയുന്ന രീതിയിൽ അതിശക്തമായിട്ട് സ്വാമിയുടെ നാളുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന ഈ ചൈതന്യം, ഈശ്വര ചൈതന്യം, അത് ഓരോ ഭക്തനും ഓരോ ഉപാസകനും കൊടുത്തിട്ടുള്ള അംഗീകാരങ്ങളും അവരുടെ ആ ഒരു വളർച്ചയും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക തന്നെ വേണ്ടേ? ഒരുപാട് നാളുകൾക്ക് മുമ്പ് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അവഗണനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവരെന്നും ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ദേവസ്ഥാനവും കാനാടിയും, ഇനി ഇതിന്റെ ഒരു മൂലസ്ഥാനം എന്ന രീതിയിൽ പറയുന്ന അവണങ്ങാട് പോലത്തെ സ്ഥലത്തിന്റെ ഗംഭീരമായിട്ടുള്ളൊരു വളർച്ച, 10,000-കണക്കിന് ആൾക്കാര് ഓരോ ദിവസവും വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്ന രീതിയിലേക്ക് അതിശക്തമായിട്ടുള്ള ഈശ്വര സാന്നിധ്യമുള്ള അമ്പലങ്ങളായിട്ട് വളരുമ്പോ ഇതിന്റെ ഉപാസകൻ എന്ന രീതിയിൽ വിഷ്ണുമായ സ്വാമിയെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഉപാസകനും ഭക്തനും എല്ലാമായ എന്നെ സംബന്ധിച്ചു എന്താണ്, വിഷ്ണുമായ സ്വാമിയെ നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ, വിഷ്ണുമായ സ്വാമിയെ സ്നേഹിച്ചാൽ, വിഷ്ണുമായ സ്വാമിക്ക് വേണ്ടതെല്ലാം ഒരു ഭക്തൻ മനസ്സറിഞ്ഞ് കമ്മിറ്റഡായി ചെയ്തു കൊടുത്താൽ അവന്റെ ജീവിതം മാറ്റിമറിക്കുന്ന അതിശക്തനായിട്ടുള്ള അതിശക്തിയുള്ള ഒരു ഈശ്വര ചൈതന്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഈ വളർച്ച. അപ്പോ ഇത് ലോകം മുഴുവൻ എത്തിക്കണ്ടേ? ഇത്രയും വലിയൊരു ശക്തിയാണെന്നുള്ളത് മറ്റുള്ളവർ അറിയണമെങ്കിൽ ഇന്നത്തെ ഓൺലൈൻ സാധ്യതകൾ ഉപയോഗിക്കണം. ഇൻഫ്ലുവൻസേഴ്സെന്നോ അല്ലെങ്കിൽ നടന്മാരോ നടിമാരോ വരുന്നത് എങ്കടാ? വിഷ്ണുമായ സ്വാമിയുടെ അടുത്തേക്ക്. വിഷ്ണുമായ സ്വാമിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ പേരിന് ഒരു പ്രസക്തിയില്ല. വിഷ്ണുമായ സ്വാമി, ചാത്തന്മാർ, അവരുടെ ശക്തിയാണ് ലോകം മുഴുവൻ കൊട്ടി ആഘോഷിക്കുന്നത്. അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. വിഷ്ണുമായ സ്വാമിയുടെ ഭക്തർക്കും വിഷ്ണുമായ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വിഷ്ണുമായ സ്വാമിയെ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം, പൂജകളിൽ പങ്കെടുക്കാം, ധൈര്യമായിട്ട് വിഷ്ണുമായ സ്വാമിയുടെ ഭക്തനാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുടെ അടുത്തും വരുന്ന വ്യക്തികൾ, എവിടെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നത് അവിടെ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുക. ഏതൊരു വ്യക്തിക്ക് അസുഖം വന്നാലും രോഗങ്ങൾ ബാധിച്ചാലും എന്താ ചെയ്യുക? എവിടെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്നത് അവിടെ പോയി ചെയ്യുക. നിങ്ങൾക്ക് സൊല്യൂഷനാണ് വലുത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയാണ് വലുത്. അത് വലിയ വിഷ്ണുമായ സ്വാമിയുടെ അമ്പലമെന്നോ ചെറിയ അമ്പലമെന്നോ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമായാലും വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും ശക്തിയുള്ളതാണ് എന്നതാണ് സത്യം. ആ ദൈവത്തിന്റെ ആ ഈശ്വര ചൈതന്യത്തെ
നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയാൽ ഏതൊരു വ്യക്തിയും വലിയൊരു ഉയർച്ചയിലേക്ക്, അതിസമ്പന്നതയിലേക്ക്, നിങ്ങളെ ബാധിക്കപ്പെട്ടുള്ള എത്ര വലിയ ശത്രുബാധയായാലും, എത്ര വലിയ കൂടോത്രങ്ങളായാലും, എത്ര വലിയ പ്രശ്നമായാലും അതിൽ നിന്ന് പുഷ്പം പോലെ നിങ്ങളെ കയറ്റിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ മുന്നിലും അഭിമാനത്തോടെയും ഐശ്വര്യത്തോടെയും സമ്പത്തോടും സമൃദ്ധിയോടും കൂടി അതിശക്തനായിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. അതാണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും. എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാവട്ടെ. പൊയ്യാറ വിഷ്ണുമായ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.